CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഷൊർണൂർ വാടാനാംകുറിശ്ശിയിൽ വീട്ടമ്മയുടെ മാല കവർന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതിയെ വാടാനാംകുറിശ്ശി റെയിൽവേ സ്റ്റേഷനിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഇയാൾ നിരവധി മോഷണ കേസുകൾ പ്രതിയാണെന്നും പോലീസ്. തന്റെ നിലപാട് വ്യക്തമാണെന്നും അത് ഇവിടെ പറയാനും മടിയില്ലെന്നും PK ശശി. തനിക്ക് വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചവർക്കെതിരെ പോലും താൻ എതിർ നിലപാട് സ്വീകരിച്ചിട്ടില്ലെന്നും വിളിക്കുന്ന പരിപാടിക്ക് പങ്കെടുക്കും, അതിനപ്പുറം രാഷ്ട്രീയമില്ലെന്നും PK ശശി. ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിൽ നഗരസഭ ഉറപ്പു നൽകിയ സുരക്ഷാ നടപടികൾ ഇനിയും ചെയ്തു തന്നില്ലെന്ന് ബസ് ഉടമകളുടെ പരാതി. നടപടി ഉണ്ടാകാത്ത പക്ഷം സമരം ചെയ്യുമെന്ന് ബസ് ഉടമകൾ. ഷൊർണൂർ ബസ് സ്റ്റാൻഡ് നവീകരണ പ്രവർത്തികൾ പൂർത്തിയാക്കാൻ 15 ദിവസം കൂടി വൈകും. മലിനജല ശുദ്ധീകരണ പ്ലാന്റിലേക്കുള്ള പൈപ്പിടൽ പ്രവർത്തികൾ പൂർത്തിയായില്ല. ജനുവരി അവസാനത്തോടെ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയാക്കാനാകുമെന്ന് നഗരസഭ. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വെളിയങ്കോട് പഞ്ചായത്തിൽ സുനാമി മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. സംസ്ഥാനത്തെ 9 തീരദേശ ജില്ലകളിലായി 9 പഞ്ചായത്തുകളിൽ പദ്ധതി നടപ്പിലാക്കും. ഷൊർണൂർ വാടാനാംകുറിശ്ശിയിൽ വീട്ടമ്മയുടെ മാല കവർന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതിയെ വാടാനാംകുറിശ്ശി റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഇയാൾ മോഷണം ഉൾപ്പെടെ നിരവധി കേസുകൾ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. അങ്ങനെ പോയപ്പോൾ അവിടെ ഒരു പഴയ വീടുണ്ട്. ആ വീടിൻ്റെ അവിടുന്ന് റേറ്റ് തിരിഞ്ഞ് അങ്ങനെ പോയി. പിന്നെ കുറച്ച് അപ്പുറത്തേക്ക് അവിടെ വന്നത്. പിന്നെ അങ്ങനെ അല്ല റെയിലിൽ നടന്നു 5-6 കിലോമീറ്റർ. പിന്നെ അങ്ങനെ പോയിട്ട് ഇങ്ങനെ റെയിലിൽ കയറിയിട്ട് നടന്നു. കഴിഞ്ഞ മാസം റെയിൽവേ പോലീസ് പിടികൂടിയ വല്ലപ്പുഴ കുറുവട്ടൂർ താഴത്തേതിൽ ഷാഹുൽ ഹമീദാണ് അറസ്റ്റിലായത്. വാടാനാംകുറിശ്ശി കുമ്പാരൻകട്ടി പാറപ്പള്ളിയാലിൽ ദേവകിയുടെ മാല കവർന്ന കേസിലാണ് ഇയാളെ പിടികൂടിയത്. ഷാഹുൽ ഹമീദിനെ വാടാനാംകുറിശ്ശി റെയിൽവേ സ്റ്റേഷനിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. നിലമ്പൂർ ട്രെയിനിൽ യാത്രക്കാരുടെ മാല കവർന്ന സംഭവത്തിൽ അറസ്റ്റിലായപ്പോൾ വാടാനാംകുറിശ്ശിയിൽ സ്ത്രീയുടെ മാല പിടിച്ചുപറിച്ചത് താനാണെന്ന് കുറ്റസമ്മതം നടത്തുകയായിരുന്നു. ഇയാൾ മോഷണം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ഒക്ടോബർ 22-ന് ഉച്ചയോടെ റെയിൽവേ പാലത്തിലൂടെ വീട്ടിലേക്ക് പോവുകയായിരുന്ന ദേവകിയുടെ പുറകിലൂടെ എത്തി 3 പവൻ മാല കവരുകയായിരുന്നു. മാല പിന്നീട് ചെർപ്പുളശ്ശേരിയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ പണയം വയ്ക്കുകയും തുടർന്ന് കോഴിക്കോടുള്ള സ്ഥാപനത്തിൽ വിൽപ്പന നടത്തിയതായും പോലീസ് കണ്ടെത്തി. ഷാഹുൽ ഹമീദിനെ വാടാനാംകുറിശ്ശിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഇൻസ്പെക്ടർ V രവികുമാർ, SI M മഹേഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ പിടികൂടിയത്. CCN ഷൊർണൂർ. ഷൊർണൂർ ബസ് സ്റ്റാൻഡ് നവീകരണ പ്രവർത്തികൾ പൂർത്തിയാകാൻ 15 ദിവസം കൂടി വൈകും. മലിനജല ശുദ്ധീകരണ പ്ലാന്റിലേക്കുള്ള പൈപ്പിടൽ പ്രവർത്തികൾ പൂർത്തിയാകാത്തതാണ് ബസ് സ്റ്റാൻഡ് നവീകരണം വൈകാൻ കാരണം. ജനുവരി അവസാനത്തോടെ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയാക്കാനാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. ഡിസംബർ 1 മുതൽ ജനുവരി 10 വരെ ബസ് സ്റ്റാൻഡ് നിർമ്മാണ പ്രവൃത്തികൾക്കായി അടച്ചിടുമെന്നായിരുന്നു അറിയിപ്പ്. എന്നാൽ ബസ് സ്റ്റാൻഡിലെ പ്രതലത്തിൽ കോൺക്രീറ്റ് പ്രവൃത്തികൾ ആരംഭിക്കാനായിട്ടില്ല. ബസ് സ്റ്റാൻഡിന് ഒരു വശത്തുള്ള മലിനജല സംസ്കരണ പ്ലാന്റിലേക്കുള്ള പൈപ്പിടൽ പ്രവൃത്തികൾ പൂർത്തിയായാൽ മാത്രമേ കോൺക്രീറ്റ് പ്രവൃത്തികൾ ആരംഭിക്കാനാവൂ എന്ന് മുനിസിപ്പൽ എഞ്ചിനീയർ അറിയിച്ചു. മുണ്ടൂർ IRTC-യാണ് നഗരസഭയുടെ മലിനജല സംസ്കരണ പ്ലാന്റ് നിർമ്മാണ പ്രവൃത്തികൾ ഏറ്റെടുത്തിരിക്കുന്നത്. അടുത്ത ദിവസം പൈപ്പിടൽ പ്രവൃത്തികൾ ആരംഭിക്കാനാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു. ബസ് സ്റ്റാൻഡ് നവീകരണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ബസ്സുകൾ ടൗണിൽ റോഡരികിലാണ് നിർത്തിയിടുന്നത്. യാത്രക്കാരെ കയറ്റിയിറക്കുന്നതുൾപ്പെടെ പാതയോരത്താവുന്നത് ഗതാഗത തടസ്സമുണ്ടാക്കുകയാണ്. പലപ്പോഴും പോലീസ് ഇടപെട്ടാണ് ഗതാഗത തടസ്സം മാറ്റുന്നത്. ബസ് സ്റ്റാൻഡ് നവീകരണം പൂർത്തിയാകുന്നതോടെ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. ജനുവരി അവസാനത്തോടെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് നഗരസഭയുടെ ലക്ഷ്യം. CCN ഷൊർണൂർ. കടമ്പഴിപ്പുറ സ്പോർട്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന 2ാമത് അഖില കേരള ഫ്ലഡ്ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ആദ്യ റൗണ്ട് മത്സരങ്ങൾ സമാപിച്ചു. സന്തോഷ് ട്രോഫി താരം നസീബ് റഹ്മാൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ആദ്യ റൗണ്ട് സമാപന ദിവസമായ ബുധനാഴ്ച സന്തോഷ് ട്രോഫിയിൽ ഏറ്റവും ഗോളുകൾ സ്കോർ ചെയ്ത ഈസ്റ്റ് ബംഗാൾ താരമായ നസീബ് റഹ്മാൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു.
കടമ്പഴിപ്പുറം സ്പോർട്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന രണ്ടാമത് അഖില കേരള ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ആദ്യ റൗണ്ട് മത്സരങ്ങൾക്കാണ് ബുധനാഴ്ച സമാപനമായത്. ഇതോടെ 16 ടീമിൽ നിന്നും 8 ടീമുകളായി രണ്ടാം റൗണ്ട് മത്സരങ്ങൾക്ക് വ്യാഴാഴ്ച തുടക്കം കുറിക്കും. ടൗൺ ടീം ആര്യമ്പാവും FC തച്ചമ്പാറയും തമ്മിലാണ് ഏറ്റുമുട്ടിയത്. ആദ്യ പകുതിയിൽ ആര്യമ്പാവ് മുന്നിട്ട് നിന്നപ്പോൾ രണ്ടാം പകുതിയിൽ പെനാൽറ്റി ഷൂട്ടിലൂടെ തച്ചമ്പാറ ഗോൾ മടക്കി. കളി സമനിലയിൽ അവസാനിച്ചതോടെ പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് കടന്നു. ഇതും സമനിലയിൽ കലാശിച്ചതോടെ ടോസിലൂടെ ടൗൺ ടീം ആര്യമ്പാവ് വിജയിച്ചു. CCN കടമ്പഴിപ്പുറം. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ വിവിധ സേവനങ്ങൾക്ക് എത്തുന്നവർക്ക് ഇനി മുതൽ പ്രസിഡന്റിന്റെ സ്നേഹമധുരം. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റിന്റെ ഓണറേറിയം ഉപയോഗിച്ച് സൗജന്യമായി ചായയും പായസവും ഐസ്ക്രീമും നൽകുന്ന പദ്ധതിയാണ് നടപ്പാക്കുന്നത്. പഞ്ചായത്തിലും ഘടക സ്ഥാപനങ്ങളിലും വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവർക്ക് ചായയും പായസവും ഐസ്ക്രീമും നൽകുന്ന പദ്ധതിക്കാണ് തുടക്കം കുറിച്ചത്. ആഴ്ചയിൽ 4 ദിവസം വിവിധ രുചികളിലുള്ള ചായ നൽകി ജനങ്ങളെ സ്വീകരിക്കും. ഒരു ദിവസം പായസവും ഒരു ദിവസം ഐസ്ക്രീമും നൽകും. വിവാഹം രജിസ്റ്റർ ചെയ്യാൻ എത്തുന്നവരെ സമ്മാനം നൽകിയും സ്വീകരിക്കും. കൂടാതെ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ സെൽഫി കോർണറും സ്ഥാപിക്കും. പദ്ധതിയുടെ ഉദ്ഘാടനം KTDC ചെയർമാൻ PK ശശി നിർവഹിച്ചു. ഇവിടെ നിങ്ങൾ നോക്കൂ, പഞ്ചായത്ത് ഓഫീസിൽ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വരുന്ന വിദ്യാഭ്യാസ ഓഫീസ്, പഞ്ചായത്ത് ഓഫീസൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ജനങ്ങളുടെ ജീവിതവുമായി ഏറ്റവും അടുത്ത് ബന്ധപ്പെടുന്ന ഓഫീസുകളുണ്ട്. അവിടെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ച് സമയം എടുക്കും. അരമണിക്കൂർ മാത്രമല്ല, 2 മണിക്കൂറൊക്കെ എടുത്തു വരും. അങ്ങനെ എടുക്കുമ്പോൾ കാത്തിരിക്കേണ്ടി വരികയാണ്. അങ്ങനെ കാത്തിരിക്കുമ്പോണ്ടാകുന്ന മനപ്രയാസമുണ്ട്. കാത്തിരിക്കുന്നവർ മാത്രമേ ആ മനപ്രയാസം മനസ്സിലാവും. ആ കാത്തിരിക്കുന്നവരുടെ മുഷിപ്പ് അകറ്റുന്നതിന് വേണ്ടി, അവരുടെ പ്രയാസം അറിഞ്ഞുകൊണ്ട് അവരെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു ചായ കൊടുക്കുന്നു, ഐസ്ക്രീം കഴിക്കുന്ന ആളുകളാണെങ്കിൽ ഐസ്ക്രീം കൊടുക്കുന്നു, ഒരു പായസം കൊടുക്കുന്നു. പക്ഷേ പിന്നെ എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കൊന്നും അത് കഴിച്ചോണമെന്നില്ലല്ലോ, കഴിയില്ല. എന്താ കാര്യം വെച്ചാൽ പ്രയാസം വെച്ചാൽ ചില പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് വളരെ പാവപ്പെട്ട ആളുകളുണ്ടാവും. പഞ്ചായത്ത് അവർക്ക് കഴിയില്ല, മറ്റത് ഒരിക്കലും കഴിയില്ല, അപ്പോൾ അതാകാൻ കഴിയില്ല. അപ്പോ ഇത് മറ്റ് സൗകര്യങ്ങൾ കൂടി ഉള്ളതുകൊണ്ട് ആ സൗകര്യത്തിന്റെയും കൂടി ബലത്തിൽ ഹനീഫ ഈ കാര്യം നിർവഹിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എങ്കിലും അതിനൊരു മനസ്സ് കാണിച്ചു എന്നുള്ളത് ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കപ്പെടേണ്ടതാണ് എന്നെടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രസിഡന്റ് KM ഹനീഫ അധ്യക്ഷനായി. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം PA തങ്ങൾ, KPCC സെക്രട്ടറി P ഹരിഗോവിന്ദൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് തെങ്ങിൻതോട്ടം, കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N സാജിറ, സ്ഥിരം സമിതി അധ്യക്ഷരായ KK ഷൗക്കത്ത്, അനസ് പൊമ്പറ, സമീറ സലീം, ഉമ്മർ കുന്നത്ത്, C രജിത, C വിജിത, ഷീബ പാട്ടത്തൊടി, T ഷീജ എന്നിവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. തന്റെ നിലപാട് വ്യക്തമാണെന്നും അത് ഇവിടെ പറയാനും മടിയില്ലെന്നും PK ശശി. തനിക്ക് വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചവർക്കെതിരെ പോലും താൻ എതിർ നിലപാട് സ്വീകരിച്ചിട്ടില്ലെന്നും PK ശശി പറഞ്ഞു. കരിമ്പുഴ പഞ്ചായത്തിൽ പ്രസിഡന്റിന്റെ സ്നേഹമധുരം പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു PK ശശി. പറയേണ്ട കാര്യങ്ങളിൽ പലപ്പോഴും കാർക്കശ്യത്തോടു കൂടിയുള്ള നിലപാടുകൾ സ്വീകരിക്കാറുണ്ട്, കർശനമായ നിലപാട് സ്വീകരിക്കും ചില കാര്യങ്ങളിലൊക്കെ. പക്ഷെ അപ്പോഴും എന്റെ നിലപാടിനോട് യോജിക്കാത്ത ആളോട് ഒരു സ്ഥിരമായ ശത്രുത വെച്ച് പുലർത്തുക എന്നത് ഞാൻ ഒരിക്കലും സ്വീകരിക്കാറില്ല. പല ആവശ്യങ്ങൾക്കും വേണ്ടി തേടിയെത്തുന്ന ആളുകളോട് നീ ഏത് രാഷ്ട്രീയക്കാരനാണ്, ഞാൻ എന്റെ ജീവിതത്തിൽ ചോദിക്കാത്ത ചോദ്യം. എന്റെ ജീവിതത്തിൽ ആയുസ് ഞാൻ ചോദിച്ചിട്ടില്ല. അല്ല, കാണാൻ പറഞ്ഞ ആളുകളുടെ പല കാര്യങ്ങൾക്കും വേണ്ടി ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാവിലെ 7 മണിക്ക് വന്നു. അവനൊരു വിശ്വാസം കൊണ്ടാണ് വരുന്നത്. എന്റെ കാര്യം നടക്കും എന്നൊരു വിശ്വാസം കൊണ്ടാണ് വരുന്നത്. ആ വരുന്നവനോട് നീ ഏത് പാർട്ടിക്കാരനാണ് ഞാൻ ചോദിക്കാറില്ല. അവന്റെ വിഷയം പഠിക്കുകയും ആ വിഷയത്തിൽ നീതിപൂർവകമായി അവരെ സഹായിക്കാൻ കഴിയുന്ന മാർഗങ്ങൾ എന്താണ് എന്ന് അന്വേഷിക്കുകയും ചെയ്യുക എന്നുള്ള രീതിയാണ് ഞാൻ സ്വീകരിക്കാറുള്ളത്. ആ സമീപനം തന്നെയാണ് എല്ലാവരും പൊതുവെ അനുവർത്തിക്കേണ്ടത് എന്ന് ഈ സന്ദർഭത്തിൽ എടുത്തു പറയാൻ
ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വേദിയിൽ കയറി നിന്ന് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ കാര്യങ്ങളെ കുറിച്ച് അധികം സമയം എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ അധികം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിന് അനുമോദന ചടങ്ങാണ്. സാധാരണഗതിയിൽ വേദിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്ന നേരം നമ്മളിങ്ങനെ പല കാര്യങ്ങളും പറയുന്ന കൂട്ടത്തിൽ പലതും പറഞ്ഞു പോകുമല്ലോ. അതിൽ ഏതാണ് എനിക്ക് അപകടം എന്ന് നോക്കി അത് മാത്രം കൊടുക്കുന്ന എന്നെ സ്നേഹിക്കുന്ന മാധ്യമ പ്രവർത്തകർ ധാരാളമുള്ള നാടാണ് നമ്മുടെ നാട്. നല്ല പോലെ കൊടുക്കുക. എന്നെ സ്നേഹിച്ചിട്ടാണ് കേട്ടോ, അതിനെ വിരോധമല്ലേ, നല്ല സ്നേഹം കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ അടർത്തിയെടുത്ത് ഏതാണ് എനിക്ക് എതിരായിട്ട് വരിക, ഏതാണ് എനിക്ക് അപകടം ഉണ്ടാക്കി വരിക, ആ ഭാഗം മാത്രം എടുത്തിട്ട് അതാണ് കൊടുക്കുക. അതുപോലെ ആ വഴിയിലൂടെയാണല്ലോ ഞാൻ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതിൽ വലിയ ബേജാറില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എല്ലാവരും സ്വീകരിക്കേണ്ട ഒരു സമീപനം അത് തന്നെയാണ്. ഏത് നല്ല പ്രവൃത്തി ആര് ചെയ്താലും ആ നല്ലതിനെ അംഗീകരിക്കാൻ ഉള്ളൊരു മനസ്സ് നമുക്ക് രൂപപ്പെടണം. ഏത് രാഷ്ട്രീയം നോക്കാൻ പാടില്ല. ഇതിൽ ചില ആളുകൾ പിന്നെ എന്നോട് അടുപ്പമുള്ള ചില ആളുകൾ തന്നെ എന്നോട് പറയാറുണ്ട്, അത്തരമൊരു നിലപാട് സ്വീകരിക്കണ്ട. CCN കടമ്പഴിപ്പുറം. വിളിക്കുന്ന പരിപാടിക്ക് പങ്കെടുക്കും, അതിനപ്പുറം രാഷ്ട്രീയമില്ലെന്ന് പി കെ ശശി. കരിമ്പുഴയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്നേഹമുദ്ര പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങുമ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പി കെ ശശി. ഒന്നാമത്തത് ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അനീഫ, അതിന് മുമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ഉമ്മർ, ഇവരെല്ലാം എൻ്റെ ഒരു കുടുംബം പോലെ കഴിഞ്ഞു. ഞങ്ങളെല്ലാം ഇപ്പോഴും ആ ബന്ധം നിലനിർത്തി പോകുന്നുണ്ട്. ഇവരുടെ രാഷ്ട്രീയം ഇപ്പോൾ ഉമ്മർ എന്ത് പാർട്ടി എനിക്കതറിയില്ല. അയാൾ കോൺഗ്രസ് ആണ്, ഇയാൾ ഞാൻ അതുപോലെ ചോദിക്കാറില്ല. കാരണം നിരന്തരം എൻ്റെ വീട്ടിൽ വരുന്ന പരസ്പരം അത്ര ബന്ധപ്പെടുന്ന കുടുംബം കുഞ്ഞാനിയാക്ക, ഇതൊക്കെ ഇവരെ കാരണവരാണ്. കുഞ്ഞാനിയാക്ക എന്ന് പറയുന്നത് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് CPM ആണ്. അപ്പോൾ ഇതൊക്കെ ആ രൂപത്തിൽ വ്യക്തിപരമായൊരു ബന്ധം കൂടിയുണ്ട്. ഇപ്പം എന്നെ വിളിക്കുന്നൊരു പരിപാടിക്ക് നല്ലൊരു പരിപാടിയാണെങ്കിൽ ആ പരിപാടി പങ്കെടുക്കുക എന്നുള്ളത് ഞാൻ കാണിക്കുന്നൊരു സ്വഭാവമാണ്. അതിനപ്പുറമുള്ള ഒരു രാഷ്ട്രീയം ഈ കാര്യത്തിലില്ല. ശരി, ഞാൻ പറയുന്ന കാര്യങ്ങൾ അത് ഏതൊരു സിനിമയിലെ കഥാപാത്രം പറയുന്നുണ്ടല്ലോ, എന്നെപ്പറ്റി തന്നെയാണെന്ന് എന്ന് പറഞ്ഞ മാതിരി എന്നെപ്പറ്റി ആയിരിക്കും ധരിക്കുന്ന ആളുകൾക്ക് അതിന് ഞാൻ ഉത്തരവാദിയല്ല. CCN കടമ്പഴിപ്പുറം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വെളിയങ്കോട് പഞ്ചായത്തിൽ സുനാമി മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. 17-ാം വാർഡിലെ 10 മുറി ബീച്ചിലാണ് മോക്ക് ഡ്രിൽ നടന്നത്. കേരളത്തിലെ 9 തീരദേശ ജില്ലകളിലായി തെരഞ്ഞെടുക്കപ്പെട്ട 9 ഗ്രാമപഞ്ചായത്തുകളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ശക്തമായ തീരശോഷണം നേരിടുന്നതിനാലാണ് വെളിയങ്കോട് തീരമേഖലയെ ജില്ലയിലെ പദ്ധതിയുടെ ഭാഗമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. തീരദേശത്തെ സുനാമിയെ പ്രതിരോധിക്കാൻ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായി ഐക്യരാഷ്ട്രസഭയുടെ 12 സൂചകങ്ങൾ കടന്നാൽ വെളിയങ്കോട് തീരദേശത്തെ സുനാമി റെഡി സാക്ഷ്യപത്രത്തിനായി പരിഗണിക്കും. പദ്ധതിയുടെ ആദ്യഘട്ടം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് നടത്തിയിരുന്നു. ദുരന്ത നിവാരണ വകുപ്പ്, പോലീസ്, ഫയർഫോഴ്സ്, ആരോഗ്യം, ഫിഷറീസ്, കോസ്റ്റ് ഗാർഡ്, പഞ്ചായത്ത് തുടങ്ങിയ വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ചുകൊണ്ട് താലൂക്ക് തല ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് പ്രതിനിധികൾ, ആശാവർക്കർമാർ, പൊതുജനങ്ങൾ തുടങ്ങിയവരുടെ സഹകരണത്തോടെയാണ് മോക്ക് ഡ്രിൽ വിജയകരമായി പൂർത്തിയാക്കിയത്. മോക്ക് ഡ്രില്ലിന് ശേഷം നടന്ന അവലോകന യോഗത്തിൽ ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടർ AS സരീൻ, പൊന്നാനി തഹസിൽദാർ പ്രമോദ് P. ലാസർ, ഡെപ്യൂട്ടി തഹസിൽദാർ AK പ്രവീൺ, ഫയർ സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ, ആരോഗ്യം, കോസ്റ്റ് ഗാർഡ്, സിവിൽ ഡിഫൻസ്, ഫിഷറീസ് തുടങ്ങിയ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, വെളിയങ്കോട് പഞ്ചായത്ത് അധികൃതർ, ആശാവർക്കർമാർ എന്നിവർ പങ്കെടുത്തു. തിരൂർ സബ് കളക്ടർ ദിലീപ് K. കൈനിക്കര സ്ഥലത്തെത്തി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു. CCN മലപ്പുറം. ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിൽ നഗരസഭ ഉറപ്പു നൽകിയ സുരക്ഷാ നടപടികൾ ഇനിയും ചെയ്തു തന്നില്ലെന്ന് ബസ്സുടമ സംയുക്ത സമിതിയുടെ പരാതി. ഇനിയും നടപടി ഉണ്ടാകാത്ത പക്ഷം സ്റ്റാൻഡിൽ ബസ്സുകൾ പഴയ പോലെ നിർത്തിയിടുമെന്ന് കാണിച്ച് ബസ്സുടമകൾ നഗരസഭാ അധ്യക്ഷയ്ക്ക് പരാതി നൽകി. അന്ന് വാഗ്ദാനം നടന്ന ഇതെല്ലാം സ്റ്റാൻഡിൽ ഡിവൈഡർ കട്ട് ചെയ്ത് തരാം, ഹമ്പിട, വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ചെയ്തു തരാം, ബാത്റൂം ഫ്രീ ആയി തരാം, കുറെ വാഗ്ദാനങ്ങൾ നൽകി മുനിസിപ്പാലിറ്റി. ഒരെണ്ണം പോലും നടപ്പാക്കില്ല. അന്ന് പങ്കെടുത്ത ട്രാഫിക് അസിസ്റ്റന്റ് സാറോടുണ്ട്, ഇവര് പങ്കെടുത്തുണ്ടാവില്ല, സാർ ഉണ്ടാവുന്നതെന്ന് എന്റെ ഉറപ്പ് ഇല്ല. ആ ബാക്കി സാറുമാർ മറ്റേ സാറുണ്ടായിരുന്നു, സുഭാഷ് സാർ ഇപ്പോൾ പ്രൂവ് ചെയ്തു. പിന്നെ സാറ് പങ്കെടുക്കുമ്പോൾ എനിക്കറിയില്ല, എന്തായാലും അതറിയാം. അവരിപ്പോ ഞാൻ ചോദിച്ചപ്പോ വൈസ് ചെയർമാൻ ചോദിച്ചപ്പോ എന്താ പറഞ്ഞോ, അതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞു. അത് നടക്കില്ലെങ്കിൽ അപകടം ഉണ്ടാകുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഫ്രണ്ട് തിരിച്ചറിയേണ്ടി വരും. ഞങ്ങൾ ആ പരാതി കൂടി തരും. അത് ഞങ്ങൾക്ക് നടക്കില്ല. ഫ്രണ്ടുകൾ കൂട്ടണം.
ഏതൊരു വണ്ടിയുടെ ഫ്രണ്ടിന് പെയിന്റ് പോയി വന്നിട്ട് ആദ്യയുടെ ഭാഗത്ത് ഞങ്ങളെ ചാർജ് ചെയ്യും. സ്റ്റാൻഡിൽ ബസ്സുകൾ നിർത്താനുള്ള ട്രാക്കുകൾ ചരിഞ്ഞ നിലയിലാക്കുക, സ്റ്റാൻഡിനുള്ളിൽ പാർക്കിംഗ് സൗകര്യമൊരുക്കുക, ബസ് തൊഴിലാളികൾക്ക് വിശ്രമമുറി ഒരുക്കുക തുടങ്ങിയവയായിരുന്നു ആവശ്യങ്ങൾ. കൃത്യമായി ബസ്സുകൾ നിർത്തിയിടുമ്പോഴും പിറകോട്ടെടുക്കുമ്പോഴും അപകടമുണ്ടാകാതിരിക്കാനാണ് ട്രാക്കുകൾ ചരിഞ്ഞ നിലയിലാക്കണമെന്ന ആവശ്യമുണ്ടായത്. ഇപ്പോൾ ബസ്സുകൾ പിറകോട്ടെടുക്കുമ്പോൾ തൂണുകളിലും മറ്റും തട്ടുന്നത് പതിവാണെന്ന് ഉടമകളും തൊഴിലാളികളും പറയുന്നു. എന്നാൽ ഈ ക്രമീകരണങ്ങളൊന്നും ഇപ്പോൾ നടപ്പായില്ല. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇതെല്ലാം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് വീണ്ടും നഗരസഭയെ സമീപിച്ചിരുന്നുവെന്നും ബസ് ഉടമകൾ പറയുന്നു. ബസ്സുകളുടെ പിറകുവശം വരാന്തയിലേക്ക് വരുന്ന രൂപത്തിലാണ് കഴിഞ്ഞ മെയ് മാസം വരെ ബസ്സുകൾ നിർത്തിയിരുന്നത്. പിന്നീടാണ് കെട്ടിടത്തിലെ കടമുറികൾക്കും വരാന്തയ്ക്കും അഭിമുഖമായി നിർത്തിയിടുന്ന രീതിയിലുള്ള ക്രമീകരണം പോലീസും മോട്ടോർ വാഹന വകുപ്പും നഗരസഭയും ചേർന്ന് നടപ്പാക്കിയത്. ഇതിനൊപ്പമാണ് ബസ് തൊഴിലാളികൾ ഈ ആവശ്യങ്ങളും ഉന്നയിച്ചിരിക്കുന്നത്. അത് നടപ്പാക്കാതിരുന്നാൽ വീണ്ടും ബസ്സുകളുടെ പിറകുവശം വരാന്തയിലേക്ക് നിർത്തുന്ന രൂപത്തിൽ നിർത്തിയിടുമെന്നാണ് ബസ് ഉടമകൾ പറയുന്നത്. CCN ഒറ്റപ്പാലം. കോട്ടക്കൽ പീസ് പബ്ലിക് സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച പീസ് ലിറ്റിൽ സ്കോളർ ആദ്യ ബാച്ചിൽ ഗവേഷണം പൂർത്തിയാക്കിയ 18 കുട്ടി ഗവേഷകർക്കുള്ള ബിരുദദാനം ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് ചങ്കുവെട്ടിൽ നടക്കുമെന്ന് അധികൃതർ മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രൊഫസർ K. ആബിദ് ഹുസൈൻ തങ്ങൾ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ VP ജോയ് ബിരുദദാനം നിർവഹിക്കും. വിവിധ സർവകലാശാലകളിലെയും ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലെയും ഗവേഷക ഗൈഡുകൾക്ക് കീഴിലാണ് സ്കൂളിലെ 18 വിദ്യാർത്ഥികൾ തങ്ങളുടെ ഗവേഷണ പഠനം പൂർത്തിയാക്കിയത്. കാരണം റിസർച്ചർ സമൂഹത്തിന് അങ്ങോട്ടാണ് നോളജ് കൊടുക്കുന്നത്, മറ്റേത് അവിടെ എല്ലാ നോളജ് നമ്മൾ ഇങ്ങോട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. ഈ വ്യത്യാസം കൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ സൊസൈറ്റി അൺടാപ്പ് ചെയ്യാത്ത ഒരു മേഖലയാണ് റിസർച്ച്. അപ്പോൾ ഒരു 7ാം ക്ലാസ്സിലെ കുട്ടി ഈ റിസർച്ച് നമ്മളേതാത്തൊരു ഐഡിയ മുന്നോട്ട് വെച്ചപ്പോൾ 50 കുട്ടികൾ റിസർച്ച് ടോപ്പിക്കുകൾ സബ്മിറ്റ് ചെയ്തു. അതിൽ വൈവ നടത്തിയിട്ട് അതിൽ കൺവിക്ഷൻ ഉള്ള 18 കുട്ടികൾ മാത്രമാണ് ഈ റിസർച്ചിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്തത്. വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ M. ജൗഹർ, വൈസ് പ്രിൻസിപ്പൽ S. സ്മിത, ശില്പ ആമ്പറാക്കൽ, വിദ്യാർത്ഥികളായ ഫിൽസ താജുദ്ദീൻ, അഞ്ചൽ മുഷീർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCN മലപ്പുറം. രുചിവൈഭവങ്ങളുടെ മായാലോകം തീർത്ത് മാലമ്പി ഡേറ്റ്സ്, നട്ട്സ് ആൻഡ് കേക്ക് തൂതയിൽ പ്രവർത്തനം ആരംഭിച്ചു. CH ബാവ ഹുദവി പറപ്പൂർ ഉദ്ഘാടനം ചെയ്തു. അനുദിനം പുരോഗമിക്കുന്ന തൂത പട്ടണത്തിന്റെ വ്യാപാര മേഖലയ്ക്ക് പുത്തൻ ഉണർവേകിക്കൊണ്ടാണ് മാലമ്പി ഡേറ്റ്സ്, നട്ട്സ് ആൻഡ് കേക്ക് പ്രവർത്തനം ആരംഭിച്ചത്. ക്വാളിറ്റി ഇമ്പോർട്ടഡ് നട്ട്സുകൾ, സ്വീറ്റ്സുകൾ, ഡേറ്റ്സുകൾ തുടങ്ങിയവ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഉപഭോക്താക്കൾക്ക് മാലമ്പി ഡേറ്റ്സ്, നട്ട്സ് ആൻഡ് കേക്കിൽ നിന്നും ലഭ്യമാകും. എല്ലാവിധ ആഘോഷങ്ങൾക്കുമുള്ള വിവിധയിനം കേക്കുകൾ, സ്വീറ്റ് ഗിഫ്റ്റ് ബോക്സുകൾ തുടങ്ങിയവയും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മാലമ്പി ഡേറ്റ്സ്, നട്ട്സ് ആൻഡ് കേക്കിൽ ലഭ്യമാണ്. കൂടാതെ മായം കലരാത്ത അരിപ്പൊടി, മുളക്, മല്ലി, മഞ്ഞൾപ്പൊടിയും ശുദ്ധമായ വെളിച്ചെണ്ണ, എള്ളെണ്ണ തുടങ്ങിയവയും ഇവിടെ ലഭിക്കും. CH ബാവ ഹുദവി പറപ്പൂർ ഉദ്ഘാടനം ചെയ്തു.
ഡയറക്ടർമാരായ അനീസ്, അനീർ, റസാഖ്, ഖാദർ എന്നിവർ ഉദ്ഘാടന ചടങ്ങിന് നേതൃത്വം നൽകി. അപ്പോൾ നമ്മുടെ മാലമ്പി ഡേറ്റ്സിന്റെ ഉദ്ഘാടന വേളയായിരുന്നു ഇന്ന്. അപ്പോൾ നമുക്കിവിടെ വരുന്നത് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ഐറ്റംസ് ആണ് വരുന്നത്. കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ഐറ്റംസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ തൂതയിൽ ഇപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ഐറ്റംസ് ആയിട്ട് നമ്മൾ വേറെ എവിടെയും അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ തൂതയിൽ നമ്മൾ സ്റ്റാർട്ടിങ് ഫസ്റ്റ് ആയിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത് ഇമ്പോർട്ടഡ് ചോക്ലേറ്റ്സ്, സൗദി അറേബ്യ, ദുബായ് ബേസ്ഡുള്ള എല്ലാ പ്രോഡക്ട്സുമാണ് നമ്മൾ കൂടുതലായിട്ട് ഇവിടെ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ അമ്പറിൻ്റെ പ്രോഡക്ട്സ് ഉണ്ട്. അമ്പർ ഐറ്റംസ് കല്യാണത്തിന്, മാരേജിൻ്റെ ആവശ്യമായ ഡിസൈൻ ചെയ്തിട്ട് കേക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ സ്പെഷ്യലൈസർ 25 ഇയേഴ്സിൻ്റെ സേവന പാരമ്പര്യമുള്ള റൈസ് മില്ലിൻ്റെ പ്രോഡക്ട്സ്, മിൽക്ക് പ്രോഡക്ട്സ്, മല്ലിപ്പൊടി, വറുത്ത് പൊടിച്ച അരികൾ, പൊടികൾ, അങ്ങനത്തെ എല്ലാവിധ പ്രോഡക്ട്സും ഇപ്പോൾ അവൈലബിൾ ആണ്. തൂതയിൽ ഏക സ്ഥാപനം ഇപ്പോൾ മാലമ്പി നട്ട്സ് ആൻഡ് ചോക്ലേറ്റ്സ് ആൻഡ് കേക്ക്സ് ആണ്. ചടങ്ങിൽ വാർഡ് മെമ്പർ CH ഹമീദ്, തൂത മഹല്ല് ഖാസി ഹിബത്തുള്ള ധാരിമി തുടങ്ങി വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു. ഉദ്ഘാടന ദിവസം തന്നെ മികച്ച പ്രതികരണമാണ് ഉപഭോക്താക്കളിൽ നിന്നും ലഭിക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട്. നല്ല വെറൈറ്റി സ്വീറ്റ്സും ഡേറ്റ്സും കുട്ടികൾക്ക് വേണ്ട മിഠായികളൊക്കെ ധാരാളമുണ്ട്. തൂതയിൽ ഇതൊരു ആദ്യമായ അനുഭവമാണ്. തൂതയിലെ മാലമ്പി നട്ട്സ് ആൻഡ് സ്വീറ്റ്സ് ഇന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. തൂതയെ സംബന്ധിച്ചിടത്തോളം വ്യാപാര മേഖലയിൽ ഒരു വലിയ മുതൽക്കൂട്ട് തന്നെയാണ്. തൂതയിൽ ഇങ്ങനത്തെ ഒരു ഷോപ്പിംഗ് അനുഭവം ആദ്യമാണ്. കാരണം സാധാരണ നമ്മൾ കാണുന്ന ഡ്രൈ ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ നട്ട്സ്, ഇമ്പോർട്ട് ചെയ്യുന്ന സ്വീറ്റ്സ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളെ, ഹൈപ്പർ മാർക്കറ്റുകളെയൊക്കെയാണ് നമ്മൾ ആശ്രയിക്കാറുള്ളത്. പക്ഷെ നമ്മുടെ ഒരു ഗ്രാമപ്രദേശത്ത് ഇത്ര നല്ല ഒരു ഷോപ്പ് വന്നു എന്നതിൽ അതിയായ സന്തോഷമുണ്ട്. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ വീണ്ടും. ഷൊർണൂർ വാടാനാംകുറിശ്ശിയിൽ വീട്ടമ്മയുടെ മാല കവർന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതിയെ വാടാനാംകുറിശ്ശി റെയിൽവേ സ്റ്റേഷനിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഇയാൾ നിരവധി മോഷണ കേസുകൾ പ്രതിയാണെന്നും പോലീസ്. തന്റെ നിലപാട് വ്യക്തമാണെന്നും അത് വിട പറയാനും മടിയില്ലെന്നും PK ശശി. തനിക്ക് വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചവർക്കെതിരെ പോലും താൻ എതിർ നിലപാട് സ്വീകരിച്ചിട്ടില്ലെന്നും വിളിക്കുന്ന പരിപാടിക്ക് പങ്കെടുക്കും, അതിനപ്പുറം രാഷ്ട്രീയമില്ലെന്നും PK ശശി. ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിൽ നഗരസഭ ഉറപ്പു നൽകിയ സുരക്ഷാ നടപടികൾ ഇനിയും ചെയ്തു തന്നില്ലെന്ന് ബസ് ഉടമകളുടെ പരാതി. നടപടി ഉണ്ടാകാത്ത പക്ഷം സമരം ചെയ്യുമെന്ന് ബസ് ഉടമകൾ. ഷൊർണൂർ ബസ് സ്റ്റാൻഡ് നവീകരണ പ്രവർത്തികൾ പൂർത്തിയാക്കാൻ 15 ദിവസം കൂടി വൈകും. മലിനജല ശുദ്ധീകരണ പ്ലാന്റിലേക്കുള്ള പൈപ്പിടൽ പ്രവർത്തികൾ പൂർത്തിയായില്ല. ജനുവരി അവസാനത്തോടെ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയാക്കാനാകുമെന്ന് നഗരസഭ. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വെളിയങ്കോട് പഞ്ചായത്തിൽ സുനാമി മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. സംസ്ഥാനത്തെ 9 തീരദേശ ജില്ലകളിലായി 9 പഞ്ചായത്തുകളിൽ പദ്ധതി നടപ്പിലാക്കും. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. Mother Care Hospital, providing care with kindness.